ആണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളത്ത് കളിക്കുന്നതിനിടെ അടുത്ത വീട്ടിലേക്ക് പന്തെടുക്കാൻ പോയ 5ാം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനം. വീട്ടുടമയുടെ മർദ്ദനത്തിൽ പൂണിത്തുറ വളപ്പിക്കടവ് സ്വദേശിയായ 10 വയസ്സുകാരന്റെ ഇടത് കാലിന്റെ എല്ല് 2 പൊട്ടി. വീട്ടുടമ പൈപ്പ് കൊണ്ട് നവീന്റെ മുതുകിലും കാലിലും അടിക്കുകയായിരുന്നു. കേസെടുക്കാൻ തയ്യാറാകാത്ത പോലീസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടത്തുകയാണെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. മതിലിന്റെ അപ്പുറത്തോട്ട് ചാടാൻ പോയപ്പോ പൈപ്പിന്റെ സാധനം വെച്ച് തന്നെ കാലിട്ട് അടിച്ച് വീണപ്പോ കാല് മടങ്ങിയിരുന്നു. പുറത്തടി കൊണ്ട് പക്ഷെ വേദനയില്ല. തടി കൊണ്ട് പക്ഷെ കാലിന്റെ വേദന കൊണ്ട് പുറത്തെ വേദന അറിയാൻ പറ്റില്ല. കാലില് നവമി ദിനേശ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഈ കുട്ടിയുടെ കാലൊടിഞ്ഞ സാഹചര്യമൊക്കെ നമുക്ക് കാണാം. കുട്ടി മാധ്യമങ്ങളോടൊക്കെ അത് വിശദീകരിക്കുന്നുമുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് പോലീസ് ഇടപെടൽ വൈകുന്നത്? രേണുക, ഇന്നലെ വൈകുന്നേരം 5:30 കൂടിയാണ് ഇത്രയും ദാരുണമായൊരു സംഭവം ഉണ്ടായത്. കൂട്ടുകാർക്കൊപ്പം മൈതാനത്ത് നിന്ന് ഫുട്ബോൾ കളിക്കുകയായിരുന്നു നവീനും. ആ സമയത്താണ് സമീപവാസിയായ ബാലന്റെ വീട്ടിലേക്ക് ഈ ഫുട്ബോൾ പോയത്. ഇതെടുക്കാനായി നവീൻ മതിൽ ചാടിക്കടന്ന് ആ വീട്ടിലേക്ക് പോയി. ആ സമയത്താണ് ബാലൻ അവിടെ കിടന്ന ഒരു പൈപ്പ് കൊണ്ട് നവീന്റെ കാലിനും മുതുകിലുമൊക്കെ ക്രൂരമായി മർദ്ദിച്ചത്. ഈ മർദ്ദനത്തിൽ വേഗം നവീൻ ഓടി രക്ഷപ്പെട്ട് വീട്ടിലേക്ക് പോയി വിവരം പറഞ്ഞു. വീട്ടുകാർ നോക്കിയപ്പോഴാണ് കാലിൽ നിന്നും മുതുകിൽ നിന്നുമൊക്കെ രക്തം വരുന്നതായി കണ്ടത്. ഇവർ ഉടൻ തന്നെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ആശുപത്രിയിലെ പരിശോധനയിൽ എക്സ്റേ പരിശോധനയിലാണ് ഇടതേ കാലിൽ തന്നെ 2 പൊട്ടലുണ്ടെന്ന് മനസ്സിലായത്. എല്ലുകൾ തമ്മിൽ വിട്ടുപോയെന്നുമാണ് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞത്. ഉടൻ തന്നെ നവീനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഇന്ന് തന്നെ ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്തായാലും വളരെ ക്രൂരമായൊരു പ്രവൃത്തിയാണ് ഈ പ്രദേശവാസി സമീപവാസി ചെയ്തത്. എന്തിനാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തതെന്ന് അവർക്ക് ഇപ്പോഴും അറിയില്ല. അതായത് പോലീസിൽ ഈ സംഭവം നടന്ന ഉടൻ തന്നെ ബന്ധുക്കൾ പരാതി നൽകി. ആ സമയത്ത് പോലീസ് ഈ പ്രദേശവാസിയെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ അയാൾ പറയുന്ന ന്യായീകരണം, കുട്ടികൾ നിരന്തരമായി ഇത്തരത്തിൽ അവിടെ നിന്ന് കളിക്കും, തൻ്റെ വീട്ടിലേക്ക് ഈ ബോൾ വന്ന് വീഴും, പലതവണ കുട്ടികളെ വിലക്കിയതായിരുന്നു. നവീന്റെ മാതാപിതാക്കളോടക്കം ഇത് സൂചിപ്പിക്കുകയും ചെയ്തു. ഇനി ഇത്തരത്തിലൊരു പ്രവൃത്തി ഉണ്ടാകരുതെന്നൊരു വാണിംഗ് കൊടുക്കുകയും ചെയ്തു. ഇതൊന്നും അവർ കൂട്ടാക്കാത്തതിനെ തുടർന്നാണ് മർദ്ദിച്ചതെന്നുള്ളൊരു ന്യായീകരണമാണ് ബാലൻ നൽകുന്നത്. എന്തായാലും ഇത്രയും വലിയൊരു ക്രൂരത ആ 10 വയസ്സുകാരനോട് വേണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും മരട് പോലീസ് ഇപ്പോഴും കേസ് എടുത്തിട്ടില്ല. നമ്മൾ അല്പസമയത്തിന് മുൻപ് തന്നെ മരട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവർ പറയുന്നത് കുട്ടിയുടെ മൊഴിയെടുക്കണം, മൊഴിയെടുത്തതിന് ശേഷം മാത്രമേ കേസെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഉടൻ തന്നെ മൊഴിയെടുക്കാനായി ആശുപത്രിയിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ബന്ധുക്കൾ പറയുന്നത് ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ ആരും തന്നെ തങ്ങളെ വിളിച്ച് അന്വേഷിച്ചിട്ടില്ല, എന്താണ് ഈ സംഭവം നടന്നതെന്ന് ഇതുവരേക്കും അറിയിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ വൈകുന്നേരം തന്നെ പരാതി നൽകി. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ബന്ധുക്കളെല്ലാം പോലീസ് സ്റ്റേഷനിൽ പോവുകയും ചെയ്തു. എന്നിട്ട് പോലും പോലീസ് കേസെടുക്കുകയോ അല്ലെങ്കിൽ ഈ ബാലനെ വിളിച്ചു വരുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു ആരോപണം കൂടി ബന്ധുക്കൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഈ 10 വയസ്സുകാരന്റെ കാലിന് വലിയൊരു ശസ്ത്രക്രിയ ആവശ്യമുണ്ട്. അതിനുവേണ്ടി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശരി നവമി, തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം ഈ കുട്ടിയുടെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് ചേരുകയാണ്. ഈ മോന്റെ നവീന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാം. പേര് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, പേര് പറയുന്നതിൽ ബുദ്ധിമുട്ടില്ല. എന്നാ പരിചയപ്പെടുത്തിക്കോളൂ. എന്റെ പേര് സജു. ആ കുട്ടിയുടെ അച്ഛന്റെ സുഹൃത്താണല്ലേ? ഞാൻ അച്ഛന്റെ സുഹൃത്താണ്. അവിടുത്തെ BJPയുടെ ഏരിയ സെക്രട്ടറി കൂടിയാണ്. എന്താണ് സംഭവിച്ചത്? ഒരു കുട്ടി ഒരു പന്തെടുക്കാൻ പോകുമ്പോൾ വഴക്ക് പറയുകയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് സാധാരണ നടക്കുന്നതാണെന്നെങ്കിൽ നമുക്ക് കരുതാം. ഇങ്ങനെ ഇത്ര ക്രൂരമായി അതിനെ ഉപദ്രവിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? വീട്ടില് ഫുട്ബോൾ കളിക്കുന്നതാണ്. അപ്പൊ ഈ ബോൾ നിരന്തരം അവിടെ പോകാറുണ്ട്, ഇവർ പോയി എടുക്കാറുമുണ്ട്. അപ്പൊ ഇയാള് പലപ്പോഴും പല രീതിയിലും പറഞ്ഞിട്ടുമുണ്ട്. ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ഉപദ്രവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പും പുള്ളിയുടെ ഭാഗത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. പുള്ളിയുടെ കോമ്പൗണ്ടിലാണോ പന്ത് കളിക്കുന്നത് കുട്ടികൾ?
ആ ഒരു വേറൊരു മർക്കൂസ് സാർ എന്ന് പറഞ്ഞ ഒരു സാറിന്റെ വീട്ടിലാണ് ഇവര് കളിക്കുന്നത്. തൊട്ടിപ്പുറത്തെ വീടാണ് ഈ പി ബാലൻ എന്ന് പറയുന്ന വീട്. നവീനും ഒരുപാട് കുട്ടികളും ഉണ്ടായിരുന്നു അല്ലേ? ഏതാ? നവീനൊപ്പം മറ്റു കുട്ടികളും ഉണ്ടായിരുന്നു കളിക്കാൻ? ആ ഉണ്ടായിരുന്നു. ബാക്കി ഒരു 5 കുട്ടികളോളം ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. എപ്പോഴും നവീനാണോ ഇത് നേരിടാറുള്ളത് അതോ മറ്റു കുട്ടികളും ബോൾ എടുക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് കയറിയത്? ആ, ഇതിനു മുൻപും നവീന് തന്നെ ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ആ, ഇതിനു മുമ്പും പുള്ളി ഈ ഇങ്ങനെ കാര്യങ്ങൾ ബോൾ എടുക്കാൻ പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടൊക്കെ ഉണ്ട്. എപ്പോഴും ഒരു അടി പുള്ളിയുടെ കയ്യിലുണ്ടാവും. ഇപ്പൊ പൈപ്പ് കൊണ്ട് അടിച്ചു എന്നാണ് നവീൻ പറയുന്നത്. ഇത്ര ദാരുണമായ ഒരു സംഭവം, ഇത്ര ക്രൂരമായി കുട്ടിയെ ഉപദ്രവിച്ചിരിക്കുന്നു എന്നത് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിന് ശേഷം നിങ്ങൾ അവരുമായി സംസാരിച്ചിരുന്നോ? പോലീസ് എന്തുകൊണ്ടാണ് കേസെടുക്കാൻ വൈകുന്നത്? അവർ ഈ ഉപദ്രവിച്ച ആൾ ആ വീട്ടിൽ തന്നെ ഉണ്ടോ ഇപ്പോഴും? അറിയുമോ നിങ്ങൾക്ക്? സജു കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? ഇപ്പോഴും അയാളുടെ വീട്ടിൽ തന്നെ ഉണ്ടോ? ഇല്ല, ഞാനിപ്പോ പയ്യന്റെ അടുത്ത് ആശുപത്രിയിലുണ്ട്. ഇപ്പൊ പോലീസ് ഇവിടെ മൊഴിയെടുക്കാൻ വന്നിട്ടുണ്ട് പയ്യന്റെ. കേസെടുക്കാൻ വൈകുന്നു എന്ന തരത്തിലൊരു പരാതി ഉണ്ട് എന്ന് കേട്ടു. കേസെടുക്കാനായിട്ട് അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് ആശുപത്രിയിൽ നിന്ന് ഇന്റിമേഷൻ ആയിട്ട് ഇപ്പൊ സ്റ്റേഷനിലേക്ക് പോകുന്നുള്ളൂ. പോലീസുകാർ ഇപ്പൊ മൊഴിയെടുക്കാൻ വന്നിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സ്വാധീനമൊക്കെയുള്ള ആളുകളാണോ ഇവർ? ഇദ്ദേഹം മിൽമേന്ന് റിട്ടയർഡ് ആയ ഒരു ഉദ്യോഗസ്ഥനാണ്. അവർക്ക് അല്പം സ്വാധീനമൊക്കെ ഉള്ള കൂട്ടത്തിലാണ് അവര്. അതുകൊണ്ടാണോ പോലീസിന്റെ ഭാഗത്തൊരു വൈകൽ ഉള്ളതെന്ന് നിങ്ങൾ സംശയിക്കുന്നത്? അല്ല, അതെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മളിപ്പോ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചെയ്യാവുന്നത് ഇപ്പൊ ആശുപത്രിയിൽ നിന്നുള്ള ഇന്റിമേഷൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നതാണ്. ഇപ്പോൾ കുട്ടി 10 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. അപ്പോൾ ബാലാവകാശ കമ്മീഷനൊക്കെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതാണ്. നമ്മൾ ഇന്നലെ തന്നെ ചൈൽഡ് വെൽഫെയറിലൊക്കെ വിളിച്ച് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ട്. അവിടെയും പരാതി പറഞ്ഞിട്ടുണ്ട്. അവിടെ ബാലാവകാശ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് നിങ്ങൾ? ഹലോ, ബാലാവകാശ കമ്മീഷനെ നിങ്ങൾ സമീപിച്ചിട്ടുണ്ട്? വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ. ഇപ്പോൾ ഡോക്ടർമാർ എന്താണ് പറയുന്നത്? സർജറി അത്യാവശ്യമാണ്? അതെ, കുട്ടിയുടെ 2 എല്ലിന് പൊട്ടലുണ്ട്. പിന്നെ എല്ല് തമ്മിൽ അകന്നിട്ടുണ്ട്. അപ്പൊ സർജറി ചെയ്ത് പ്ലേറ്റ് ഇടണമെന്നാണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഈ കുട്ടിയുടെ കുടുംബം എങ്ങനെയാണ് സാമ്പത്തികമായി ഈ ചികിത്സ? അച്ഛൻ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നതാണ്. അമ്മ ഒരു സെയിൽസ് ഗേളായിട്ട് പോകുന്നതാണ്. അപ്പോൾ സാമ്പത്തികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. താഴെ നിലയിൽ നിൽക്കുന്നതാണ്. ശരി, സജു കുട്ടിയുടെ അച്ഛൻ്റെ സുഹൃത്താണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. സജു, നിങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകരൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുക, കുടുംബത്തിന് വേണ്ടുന്ന സഹായവും മറ്റ് നിയമപരമായും അല്ലാതെയും ഒക്കെയുള്ള സഹായങ്ങളിൽ ഒപ്പം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ, ഇടപെടലുകൾ ഞങ്ങളും ഉറപ്പുവരുത്താം. വളരെ നന്ദി ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചത്. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, പോലീസ് ഇപ്പോൾ ഇടപെടുന്നുണ്ട്, കുട്ടിയുടെ മൊഴിയെടുക്കുന്നുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. നേരത്തെയും ഇതുപോലെയുള്ള ഇത്രയും ക്രൂരമായിട്ടല്ല എങ്കിൽ പോലും മോശമായ പല അനുഭവങ്ങളും നവീൻ ഉൾപ്പെടെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി കരുതുന്നു. എന്താണ് നമുക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? പോലീസിന്റെ നീക്കം എന്താണ്? തുടക്കത്തിൽ തന്നെ ബന്ധുക്കളും അത് തന്നെയാണ് പറയുന്നത്. കാരണം ഈ പലതവണ ഈ വീട്ടിലേക്ക് ബാള് വീഴുമ്പോൾ ഇത്തരത്തിൽ അവർ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു. ഇനി ഇത്തരത്തിൽ ഇവിടെ നിന്ന് കളിക്കരുത് എന്നുള്ളൊരു വാണിംഗ് ഒക്കെ കുട്ടികൾക്ക് നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് അയാളുടെ സ്ഥലമല്ല, ഇത് മറ്റൊരാളുടെ പേരുള്ളൊരു ഒരു മൈതാനമാണ്. അവിടെ നിന്നാണ് ഈ കുട്ടികൾ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ കുട്ടികളായാൽ പോലും ഇത്രയും കാര്യമായി എടുത്തിരുന്നില്ല. പക്ഷെ മാതാപിതാക്കളോടും, ഈ നവീന്റെ മാതാപിതാക്കളോടും ഇയാൾ, ഈ ബാലൻ, ഇത് പറഞ്ഞിരുന്നു. ഇനി കുട്ടികൾ ഇവിടെ നിന്ന് കളിക്കരുത്, ഇവിടെ നിന്ന് ബാൾ വീട്ടിലേക്ക് അടിച്ചിടരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് മുൻപ് നൽകിയിട്ടുണ്ടെന്ന് മാതാപിതാക്കളും പറയുന്നുണ്ട്. പക്ഷേ അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം കുട്ടിക്കുണ്ടാകുമെന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെയും അവർ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ബോൾ വീഴുകയും ഇത് കണ്ട് നവീൻ ഈ ബോൾ എടുക്കാൻ വരുന്നത് കണ്ട് ബാലൻ പൈപ്പ് കൊണ്ട് ക്രൂരമായി കുട്ടിയുടെ കാലിൽ അടിക്കുകയും കാലിന്റെ എല്ല് പൊട്ടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയൊരു ശസ്ത്രക്രിയയാണ് നവീന് ഇനി ആവശ്യമായിട്ടുള്ളത്. അതിനുവേണ്ടി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഇന്നലെ വൈകുന്നേരം 5:30 നടന്ന സംഭവമാണ്. അതിനുശേഷം തന്നെ രാത്രിയോട് തന്നെ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. പക്ഷേ പോലീസ് സംഭവ സ്ഥലത്തെത്തി കുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇതിലൊരു കേസെടുക്കാനോ മുതിർന്നില്ല. ഈ ബാലൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. തങ്ങൾക്കിനി ഒത്തുതീർപ്പിന്റെ ആവശ്യമില്ല. കാരണം കുട്ടിക്ക് അത്രയും ക്രൂരമായ പരിക്കാണ് ഏറ്റിരിക്കുന്നത്. 10 വയസ്സുകാരനെ ഇത്രയും മാരകമായി മർദ്ദിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇത്ര വലിയ സംഭവം എന്നാണ് ബന്ധുക്കളും ചോദിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട പോലീസ് കുട്ടിയുടെ മൊഴിയെടുക്കാനായി ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. മൊഴിയെടുത്ത ശേഷം കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. പക്ഷേ ഇത്രയും വൈകി, അതായത് ഇന്നലെ വൈകുന്നേരം 5:30 നടന്ന സംഭവമാണ്. ഒരു 6 മണിയോടുകൂടി അല്ലെങ്കിൽ 7 മണിയോടുകൂടി തന്നെ ബന്ധുക്കൾ പരാതി നൽകിയതും കൂടി തന്നെയാണ്. പക്ഷേ ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണ്? ഈ കുട്ടിയുടെ സംഭവ സമയത്ത് തന്നെ ഞാൻ ഒന്നുകൂടി ഇടപെടുകയാണ്. ശ്രീ KV മനോജ് കുമാർ, ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ, നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സർ, ഈ വിഷയം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇവർ ബാലാവകാശ കമ്മീഷനെ ഈ വിഷയം ധരിപ്പിച്ചുവെന്ന് ഞങ്ങളോട് പ്രതികരിച്ചു. എന്താണ് തോന്നുന്നത്? വളരെ ക്രൂരമായ മർദ്ദനമാണ് ആ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നത് ഒരു പന്തെടുക്കാൻ ചെന്നതിന്. ഏതായാലും ഇങ്ങനെയൊരു സംഭവം നിങ്ങളെപ്പോഴാണ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. പോലീസിന്റെ ഇടപെടൽ ശക്തമാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കമ്മീഷൻ നൽകും. വൈകിയത് എന്താണ് കാരണമെന്ന് കൂടെ കമ്മീഷൻ അന്വേഷിക്കും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥലം പോലുമല്ല, അടുത്ത് ഒഴിവന്ന ഒരു സ്ഥലത്ത് കുട്ടികൾ ഇത്തരം വിനോദങ്ങളിലൊക്കെ ഏർപ്പെടേണ്ടുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന്, അല്ലെങ്കിൽ ആ കുട്ടികളെ അതിന് പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന സമൂഹമാണ് ഈ രീതിയിൽ ഇടപെട്ടിരിക്കുന്നത്. ആ കുട്ടിയുടെ കാലിൻ്റെ 2 ഭാഗത്ത് എല്ലുകൾ വേർപെട്ടു പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഇതൊരു വലിയ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും കമ്മീഷന്റെ ഭാഗത്തുള്ള ഇടപെടൽ ഉണ്ടാവും. കേസെടുക്കാൻ അവിടെ താമസമുണ്ടായി എന്ന ഒരു പരാതി കൂടി നമുക്കത് കൂടെ അന്വേഷിക്കാം. എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് വിശദീകരണം നൽകേണ്ടി വരും. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ശസ്ത്രക്രിയ വേണ്ടി വരും, കമ്പി ഇടേണ്ടി വരും, കുട്ടിക്ക് ക്ലാസ് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവും, ചികിത്സയ്ക്ക് ചെലവ് ആവശ്യമുണ്ട്. ഒരു സാധാരണ കുടുംബമാണ്, അവർക്ക് വലിയ ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങൾ കൂടി അറിയുന്നു. ഏതെങ്കിലും തരത്തിൽ ആ വിഷയങ്ങളിലുള്ള ഇടപെടൽ കൂടി സാധ്യമാകുമോ? നോക്കാം, അത് ശ്രമിക്കാം. അതുകൂടെ ഞങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങൾ കൊണ്ടുവന്നത് നന്നായി. ഞങ്ങൾ അതുകൂടെ പരിശോധിക്കാം. ഓക്കെ, ശരി, വളരെ നന്ദി. ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന്. ഇടപെടാം, കേസെടുക്കാൻ വൈകിയോ എന്നതുൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കാം എന്നതാണ് അദ്ദേഹം പറയുന്നത്. നവമി നേരത്തെ തന്നെ ബാലാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നമ്മളോട് സംസാരിച്ച ഈ അച്ഛൻ്റെ സുഹൃത്ത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ ചെയർമാൻ ആ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പോഴാണ് നമ്മൾ അറിയിക്കുമ്പോഴാണ് ഈ സംഭവം അറിയുന്നതെന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഇനി കാര്യങ്ങൾ വേഗത്തിലാകും, കുറ്റക്കാരന് തക്കതായ ശിക്ഷ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? രേണുക, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മളും പ്രതീക്ഷിക്കുന്നത്. കാരണം പോലീസിന്റെ ഒരു അലംഭാവം ഈ കേസിൽ ഉണ്ടായിരുന്നുള്ളത് നമുക്ക് പ്രത്യക്ഷമായി തന്നെ തെളിയുന്നു. കാരണം ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് നടന്ന സംഭവം ഇതുവരെയും ഇന്ന് ഈ സമയം ഏകദേശം 10 മണി കഴിയുന്നതോടുകൂടിയാണ് പോലീസ് ആ സംഭവ സ്ഥലത്ത് കുട്ടിയുടെ അടുത്ത് ചെന്ന് മൊഴിയെടുക്കാൻ പോകുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു കാലതാമസം ഉണ്ടായതെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒപ്പം തന്നെ ബന്ധുക്കൾ ആദ്യം തന്നെ ഉയർത്തുന്ന ഒരു പരാതിയും ഇത് പോലീസ് ഈ കേസ് ഒത്തുതീർപ്പിനാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു പരാതി കൂടി പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനം ബാലാവകാശ കമ്മീഷൻ അടക്കം അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും കുട്ടിക്ക് ഇനിയും ആ കുട്ടിയുടെ കുടുംബത്തിനും കുട്ടിക്കും നീതി കിട്ടുമെന്ന് തന്നെയാണ് നമുക്കും പ്രതീക്ഷിക്കാനുള്ളത്. ഒപ്പം തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. ആ കുട്ടിയുടെ കാലിന് വലിയൊരു ശസ്ത്രക്രിയ ആവശ്യമാണ്. അതിനുവേണ്ട സഹായവും ബാലാവകാശ കമ്മീഷൻ നൽകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രതിയായി പറയുന്ന ഈ ബാലനെ എത്ര വലിയ ആളായിക്കോട്ടെ, പക്ഷേ ഇത്തരം ഒരു 10 വയസ്സുകാരനോട് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യാൻ എങ്ങനെയാണ് മനസ്സ് വരുന്നത്? 76 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. വീട്ടിൽ ഭാര്യയും മകളുടെ മകളുമുണ്ട്. അപ്പോൾ തന്റെ ചെറുമകളുടെ പ്രായമുള്ള ഒരു കുട്ടിയെയാണ് ഇത്തരത്തിൽ ഉപദ്രവിച്ചത്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നത് കൂടി അറിയേണ്ടതുണ്ട്. എത്ര പ്രകോപനമായാലും എത്ര
മുന്നറിയിപ്പൊക്കെ ആയാൽ കൂടിയും കുട്ടികൾ കളിക്കുന്ന ഇടമല്ലേ, അതിൽ ഇത്രയും വലിയ ക്രൂരത ആ കുട്ടീനോട് ചെയ്യേണ്ടതുണ്ടോ? 10 വയസ്സേ ആയുള്ളൂ, അവന്റെ കാലിന് ഇത്രയും വലിയ ശസ്ത്രക്രിയയൊക്കെ നടത്തേണ്ടി വരുന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും പോലീസ് ഇനി എത്രയും വേഗം തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി ഇയാൾക്കെതിരെ കേസെടുക്കുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ശരി, എന്തായാലും ബാലാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടും എന്ന കാര്യം അറിയിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് പോലീസ് ഈ വിഷയത്തിൽ ഇടപെടാൻ വൈകി എന്നതും പ്രത്യേകം അന്വേഷിക്കും, വിശദീകരണം തേടും എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഈ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചുള്ള പരിശോധനയും കഴിയുന്ന സഹായം എത്തിച്ചു കൊടുക്കുമെന്നും പറയുന്നു. എന്തായാലും ഇനിയെങ്കിലും കാര്യങ്ങൾ വേഗത്തിൽ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇടവേളയ്ക്ക് ശേഷം